എന്തായടോ? സർ, ഞാൻ ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സർ. താൻ ജോയിൻ ചെയ്തിട്ട് ആദ്യത്തെ കേസാടോ? നോക്കി കണ്ടൊക്കെ ചെയ്. ഓക്കെ ഓക്കെ സർ. എന്തായിടോ? കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് സർ. വാടോ. മെഷർമെന്റ് ഒക്കെ എടുത്തോ. സാറേ, എന്താ ചായ? അയാൾക്ക് റിലേറ്റീവ്സ് ഒന്നുമില്ലടോ? ഒരു മകളുണ്ടായിരുന്നു. ഈ അടുത്തായിട്ടാണ് സൂയിസൈഡ് ചെയ്തത്. എന്തായിരുന്നു സംഭവം? സാറിന് മുമ്പുണ്ടായ അലക്സ് സാറാണ് ആ കേസ് അന്വേഷിച്ചത്. ആ സാറോട് ചോദിച്ചാൽ എല്ലാം അറിയാം. സാർ ഇപ്പോൾ ലീവിലാണ്. ഹലോ. സുധീന്ദ്രന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാര്യമായിട്ടൊന്നും കാണുന്നില്ല സർ. ഇത് സൂയിസൈഡ് തന്നെയാണ്. ഓക്കെ. സാറിന് മുമ്പുണ്ടായ അലക്സ് സാറാണ് ആ കേസ് അന്വേഷിച്ചത്. ആ സാറോട് ചോദിച്ചാൽ എല്ലാം അറിയാം. സാർ ഇപ്പോൾ ലീവിലാണ്. ഹലോ സർ. ഹലോ സാർ, എന്താ കാണണമെന്ന് പറഞ്ഞത്? ഒരു കേസിൻ്റെ കാര്യം സംസാരിക്കാനാണ്. സുധീന്ദ്രൻ്റെ കേസ് അന്വേഷിക്കുന്നത് ഞാനാണ്. അയാളുടെ മകളുടെ കേസ് ഉണ്ടായിരുന്നു സാറേ. അതൊരു സൂസൈഡ് കേസായിരുന്നു. അയാളുടെ മകൾക്കൊരു അഫയർ ഉണ്ടായിരുന്നു. അതിന് അച്ഛനെതിരായിരുന്നു. അച്ഛനോട് തർക്കത്തിൽ അവൾ സൂസൈഡ് ചെയ്തതാണ്. വേറെ സംശയിക്കാനുള്ള രീതിക്ക് ആ കേസിൽ ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. എന്നാ ശരി, കാണാം. സുധീന്ദ്രന്റെ മരണത്തിൽ ദുരൂഹതകളൊന്നും ഇല്ലാത്തതിനാൽ ആത്മഹത്യ തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. സർ, മകളുടെ കേസ് സൂസൈഡ്, പക്ഷെ അച്ഛൻ്റെ കേസ് അന്ന് ആ രാത്രി അയാൾ ഒറ്റക്കായിരുന്നില്ല. അവിടെ നിന്നൊരു ഷൂസിൻ്റെ ഫോട്ടോ കിട്ടി. അതൊരു പോലീസുകാരനായിരുന്നു സാറേ. ആ ബോഡി താഴെ ഇറക്കി പോസ്റ്റ്മോർട്ടത്തിനേക്കാൾ ഏർപ്പാടി. സർ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. എന്തായിടും? സൂയിസൈഡാണ് സാർ. താൻ പോയിക്കോ. വാഹനത്തിന്റെ സ്പീഡ് അളക്കുന്ന ഉപകരണം. അച്ഛാ, വേണ്ട. എന്റെ ജീവിതം നശിക്കപ്പെട്ടു. എന്റെ അച്ഛൻ സുരേന്ദ്ര, എൻ്റെ മകൾ മരിക്കാനുള്ള കാരണം നിനക്കും അറിയാം, എനിക്കും അറിയാം. നിന്നെപ്പോലുള്ള നാരികളെ നിയമപരമായി കൊണ്ടായാലേ 4 ദിവസം വീട് ആഘോഷിക്കും. അത് കഴിഞ്ഞ് 12 വർഷം ജയിലിൽ കിടന്ന് തടിച്ച് കൊഴുത്ത് നീയൊക്കെ പുറത്ത് വരും. ഇക്കാര്യത്തിൽ നിനക്ക് വല്ല കുറ്റബോധം തോന്നുന്നുണ്ടെങ്കിൽ